ഏഷ്യയാകുന്ന നമ്മുടെ ഈ ഭൂഖണ്ഡത്തിൽ നമ്മുടെ രാജ്യം ഇന്ത്യ ലോക വലിപ്പത്തിൽ 7ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ തെക്കേ അറ്റത്തുള്ള ഒരു കൊച്ചു സംസ്ഥാനമാണ് കേരളം. കേരളത്തെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ കേരളം മറ്റ് സംസ്ഥാനങ്ങളെ പറ്റി അപേക്ഷിച്ച് നമ്മൾ നോക്കുമ്പോൾ എല്ലാ മേഖലകളിലും വളർച്ചയുടെ പാന്താമ്പുകൾ ചവിട്ടിക്കയറി പല രാജ്യങ്ങൾ ചെല്ലുമ്പോഴും പല സംസ്ഥാനങ്ങൾ നമ്മൾ കടന്നു പോകുമ്പോഴും മലയാളിയെ കണ്ടുമുട്ടിയാൽ അവൻ പറയും, ഞാനൊരു മലയാളിയായി തീർന്നതിൽ അഭിമാനിക്കുന്നുവെന്ന്. ലോകത്തിന്റെ മുൻപാകെ അഭിമാന ഭാജകമായി മാറിക്കൊണ്ടിരിക്കുന്ന മലയാളികൾ പാർക്കുന്ന കൊച്ചു കേരളം ഈ ലോകത്തിൽ അഥവാ നമ്മുടെ സംസ്ഥാനത്തായിക്കൊള്ളട്ടെ, നമ്മുടെ സംസ്ഥാനത്ത് പുറത്തായിക്കൊള്ളട്ടെ, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായിക്കൊള്ളട്ടെ, നമ്മുടെ തൊട്ടടുത്തുള്ള രാജ്യങ്ങളിലായിക്കോട്ടെ, ലോകരാജ്യങ്ങളിലൊക്കെ അറിയപ്പെട്ടിരിക്കുന്ന ഒരു കൊച്ചു സംസ്ഥാനമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഭാഷാപരമായി കൊള്ളട്ടെ, ശാസ്ത്ര സാങ്കേതിക മേഖലകളിലായിക്കൊള്ളട്ടെ, എല്ലാ മേഖലകളിലും ഉന്നതിയുടെ പടവുകൾ ചവിട്ടിക്കയറിക്കൊണ്ട് മലയാളി അഥവാ കേരളം ഒന്നാമത്തെ ഒരു വലിയ സംസ്ഥാനമായി വളർന്നുകൊണ്ടിരിക്കുക. വിദ്യാഭ്യാസ മേഖലകളിൽ കഴിഞ്ഞ കാലങ്ങളെക്കാൾ അപേക്ഷിച്ച് അഥവാ നമ്മുടെ പിതാക്കന്മാർക്ക് പിടിച്ചെടുക്കുവാൻ കഴിയാതിരുന്ന വിദ്യാഭ്യാസ മേഖലകളിൽ ഈ കാലഘട്ടങ്ങളിൽ തലമുറകൾ കയറിപ്പോയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആയിരിക്കുമ്പോഴും എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കപലപ്രസംഗങ്ങൾ ഇന്ന് നടക്കുന്നു? നോക്കിയേ, ശാന്തസുന്ദരമായിരിക്കുന്ന മലയാളക്കര കഴിഞ്ഞ കുറച്ച് നാളുകളായി വളരെ പ്രയാസമാകുന്ന തലത്തിലേക്ക് കടന്നുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുകളൊക്കെ സാമൂഹിക ചുറ്റുപാടുകളൊക്കെ വളരെ പ്രശ്ന കലുഷിതമാകുന്ന അനുഭവത്തിലൂടെ കടന്നുകൊണ്ടിരിക്കുകയാണ്. ശാന്തമായി ഒരു പുഴ ഒഴുകിക്കൊണ്ടിരുന്ന പോലെ ശാന്തതയോടുകൂടെ ജീവിച്ചിരുന്ന മലയാളിയുടെ അടുത്തേക്ക് അല്ലെങ്കിൽ മലയാളികളുടെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വളരെ ശക്തിയോടുകൂടി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കിയേ, എത്ര സമാധാനത്തോടുകൂടെ ജീവിച്ചിരുന്ന മലയാളികൾ ഇപ്പോൾ നമുക്ക് ഒന്ന് വെളിയിൽ പോയിട്ട് നമ്മുടെ ഭവനത്തിനകത്തിലേക്ക് വരുവാൻ കഴിയാത്ത രീതിയിൽ വെളിയിൽ പോകുവാൻ പോലും ഭയപ്പെട്ട് മനുഷ്യൻ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നിരത്തുകൾ സമാധാനത്തോടുകൂടെ പോയിക്കൊണ്ടിരുന്ന നിരത്തുകൾ രക്തരൂക്ഷിതമാകുന്ന അനുഭവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. നമ്മുടെ കലാലയങ്ങൾ വളരെ സന്തോഷത്തോടും സമാധാനത്തോടും സാഹോദര്യത്തിനോടും വളർന്നുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങൾ ഇപ്പോൾ മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കുമൊക്കെ അടിമകളായി അവരുടെ ഭാവികളെ നശിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലോകത്തിൽ സമാധാനമില്ലാതെ മനുഷ്യൻ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിൽ ഇങ്ങനെ ഈ കാലയളവ് വല്ലാത്തൊരു അനുഭവത്തിലൂടെ മനുഷ്യനെ തള്ളിവിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിനൊക്കെ എങ്ങനെ മാറ്റം വരുമെന്നൊക്കെ വിചാരിച്ചും ചിന്തിച്ചും വളരെ ഭയത്തോടുകൂടെ പാർക്കുന്ന ഒരു ജനസമൂഹത്തെ നമുക്ക് കാണുവാൻ തക്കവണ്ണമിടയാകും. മാതാപിതാക്കൾ മക്കൾക്ക് നല്ല ഭാവി ലഭിക്കുവാൻ വേണ്ടി ഉപരിപഠനത്തിന് ഉന്നത പഠനത്തിന് വേണ്ടി മറ്റു സ്ഥലങ്ങളിലേക്ക് പറഞ്ഞയക്കും. പക്ഷേ ആ പറഞ്ഞയത്തിന് ശേഷം മടങ്ങി വരുന്ന തലമുറകൾ പലരും മദ്യത്തിനും മയക്കുമരുന്നിനും രാസലഹരിക്കുമൊക്കെ അടിമകളായി അവരുടെ ഭാവി നശിക്കപ്പെടുന്നവരായി തിരിച്ചു വരുമ്പോൾ ഈ കാലഘട്ടം നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ഈ കേരളത്തിൽ നടക്കുന്ന ക്രൈം റേറ്റുകൾ ഈ ഓരോ ദിവസങ്ങളിലും ഓരോ വർഷങ്ങളിലും വർദ്ധിച്ചു വരുന്നതായി കാണുവാൻ തക്കവണ്ണമിടയാകും. 2018-19 ക്രൈം റേറ്റ് അല്ല 19-20 നടന്നത്. അങ്ങനെ നമ്മൾ പഠിച്ചു വരുമ്പോൾ ഒരു 10 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ക്രൈം റേറ്റുകൾ കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുക. അതിലേറ്റവും നമ്മളെ സങ്കടകരമായി നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് ചോദിച്ചാൽ ആ ക്രൈം നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ അതിൽ പ്രതികളാക്കപ്പെട്ട പലരും 20-നും 25-നും 18-നും 15-നും ഒക്കെ ഇടയിലുള്ള യുവതലമുറകളാണ്. പ്രിയരെ, എന്തുകൊണ്ട് ഇങ്ങനെ നമ്മുടെ യുവാക്കൾ നമ്മുടെ സമൂഹം നശിച്ചുകൊണ്ടിരിക്കുന്നു? വിദ്യാഭ്യാസമില്ലാത്തത് കൊണ്ടാണോ? അല്ല, വിദ്യാഭ്യാസത്തിന്റെ ഉന്നതിയിൽ നിൽക്കുന്ന പലരുമാണ് ഇതിൽ അകപ്പെട്ടിരിക്കുന്നത്. മയക്കുമരുന്നുമായി പിടിക്കപ്പെടുന്നവർ ഡോക്ടർമാരുണ്ട്, മയക്കുമരുന്നുമായി പിടിക്കപ്പെടുന്നവർ എഞ്ചിനീയർമാരുണ്ട്. എന്ന് വേണ്ട സമൂഹത്തിൽ ഉന്നത നിലയിൽ നമ്മുടെ ഭാവിയെ നമ്മുടെ ഭാവി രാജ്യത്തെ കെട്ടിപ്പിടക്കുന്ന പലരും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ലോകത്തിൽ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? മനുഷ്യൻ സമാധാനത്തിനും അല്പനിമിഷത്തെ സന്തോഷത്തിനും വേണ്ടിയാണ് ലഹരി തേടി ഓടുവാൻ തക്കവണ്ണമിടയാകുന്നത്. എന്തുകൊണ്ട് മനുഷ്യജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു? എങ്ങനെ മനുഷ്യജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെട്ടു? പ്രിയരെ, മനുഷ്യൻ ആരാണെന്ന് നമ്മൾ പഠിക്കണം. മനുഷ്യനെ പറ്റി വിശുദ്ധ വേദപുസ്തകം പറയുന്നത് ഇപ്രകാരമാണ്: ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും
സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. അർത്ഥാൽ ദൈവത്തിന്റെ സ്വരൂപത്തിലും ദൈവത്തിന്റെ സാദൃശ്യത്തിലും ദൈവത്തിന്റെ സ്വഭാവത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തോടു കൂടെ ഇരിക്കുവാൻ വേണ്ടി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അങ്ങനെ ദൈവത്തോടു കൂടെ ഇരിക്കുവാനും ദൈവത്തിന്റെ സ്വഭാവമുള്ളവനായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം അനുസരണക്കേടിന്റെ ഫലം മൂലം അവരിൽ പാപമെന്ന മഹാവിപത്ത് കടക്കുവാൻ തക്കവൻ നമ്മുടെ പ്രിയരെ എല്ലാ മതങ്ങളും ഒരുപോലെ പ്രഖ്യാപിക്കുന്നു, മനുഷ്യൻ പാപിയാണ്. ആ പാപത്തിന്റെ പരിണത ഫലമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ക്രൂരമാകുന്ന കൊലപാതകങ്ങളും ക്രൂരമാകുന്ന അക്രമങ്ങളും, അമ്മയപ്പന്മാരെ തിരിച്ചറിയുവാൻ കഴിയാത്ത തലമുറകളും പെൺമക്കളെ തിരിച്ചറിയുവാൻ കഴിയാത്ത അപ്പന്മാരുമുണ്ട് കാലഘട്ടത്തിൽ നമ്മൾ വന്നു നിൽക്കുന്നത്. ഈ കാലഘട്ടത്തിലും മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരാത്തത് കൊണ്ട്, മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം വരാത്തിടത്തോളം കാലം അവന്റെ സ്വഭാവത്തിന് മാറ്റമുണ്ടാകത്തില്ല. വിശുദ്ധ വേദപുസ്തകം ഇപ്രകാരം വിളിച്ചു പറയുന്നു, വാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യൻ. പ്രിയരെ, മൃഗങ്ങൾ ചെയ്യുന്നതിനേക്കാൾ അധമമാകുന്ന പ്രവൃത്തികൾ ചെയ്ത് വിദ്യാസമ്പന്നരാകുന്ന മനുഷ്യർ അവരുടെ അകത്തുള്ള മൃഗത്തെ പുറത്തിറക്കി വിടുമ്പോൾ ഇന്ന് പകൽക്കാലം ഈ സന്ധ്യാവേളയിൽ എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു? പ്രിയരെ, മനുഷ്യന്റെ ഇടയിൽ അകത്ത് കുടിവസിക്കുന്ന അകത്ത് കുടിയിരിക്കുന്ന പാപമെന്ന വലിയ മുഖത്തുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെയുള്ള അധമ പ്രവർത്തികൾ ചെയ്യുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണമിടയാകും. പാപമെന്ന വലിയ വിപത്ത് മനുഷ്യരാശിയിൽ കടന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ ചില വീഴ്ചകൾ സംഭവിക്കുവാൻ തക്കവണ്ണമിടയായി. ഒന്ന് രണ്ടെണ്ണം അക്കമിട്ട് വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുക. മനുഷ്യ ജീവിതത്തിലേക്ക് പാപം പ്രവേശിച്ചപ്പോൾ ഒന്നാമതവന് നഷ്ടപ്പെട്ടത് തേജസ്സിന്റെ വസ്ത്രം, അഥവാ ദൈവത്തോടു കൂടെ ഇരിക്കുവാനുള്ള അവസരമാണ് നഷ്ടപ്പെട്ടത്. രണ്ടാമത് അവന്റെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടുവാൻ തക്കവണ്ണമിടയായി. മൂന്നാമത്തെ ഭാഗം അവനിൽ നിന്നും ജീവൻ, നിത്യജീവൻ ഒന്നിലേക്ക് നഷ്ടപ്പെടുവാൻ തക്കവണ്ണമിടയായി. ഇങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ പാപം മൂലം മനുഷ്യരിൽ നഷ്ടപ്പെടുവാൻ തക്കവണ്ണമിടയായി. മൂന്നും തുറന്ന് അവസാനിപ്പിക്കുവാൻ സമയമില്ലാത്തത് കൊണ്ട് ഇന്ന് മനുഷ്യ കുലം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാകുന്ന സമാധാനത്തെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുക. പാപം മനുഷ്യന്റെ ഉള്ളിൽ പ്രവേശിച്ചപ്പോൾ അവന്റെ സമാധാനം നഷ്ടപ്പെടുവാൻ തക്കവണ്ണമിടയായി. ഏതെങ്കിലും നഷ്ടപ്പെട്ട സമാധാനം തിരികെ പിടിക്കുവാൻ മനുഷ്യൻ അന്ന് മുതൽ പല കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണമിടയായി. അങ്ങനെ കാലം വളരും തോറും അവർ കണ്ടെത്തുവാൻ തക്കവണ്ണം, അന്വേഷിക്കുവാൻ തക്കവണ്ണം മുടങ്ങി. അങ്ങനെ ജീവിച്ചവർ കണ്ടെത്തിയ കാര്യമാണ് ഈ ലോകത്തിൽ മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും കൂടെ ഒക്കെ സമാധാനം ലഭിക്കുമെന്ന്. അങ്ങനെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുക. പ്രിയരെ, അപ്പോൾ ചോദിക്കാൻ, നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ അറിയാൻ തക്കവണ്ണം ഇടയാകും? പ്രിയരെ, അത് ഞങ്ങൾക്ക് പറയുവാൻ കാരണം ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ലോകസുഖമാകുന്ന മദ്യവും മയക്കുമരുന്നും വ്യാസലഹരികളും ഒക്കെ തേടി ഓടിപ്പോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിന് ആ കാരണമായി തീർന്നത് ഞങ്ങൾ വിശ്വസിച്ച ഇസവും പ്രത്യയശാസ്ത്രമോ. മനുഷ്യൻ ഞങ്ങളുടെ ഇസവും പ്രത്യയശാസ്ത്രവും ഞങ്ങളോട് പറഞ്ഞു, ലോകത്തിൽ സമാധാനമില്ല, ലോകത്തിന് സമാധാനം കൊടുക്കണം. അങ്ങനെ ലോകത്തിന് സമാധാനം കൊടുക്കുവാൻ വേണ്ടി ഞങ്ങൾ വിശ്വസിച്ച് ഞങ്ങൾ പഠിച്ച ഇസവും പ്രത്യയശാസ്ത്രവും ഞങ്ങളോട് പറഞ്ഞത്, അവരുടെ സ്വസ്ഥതയെ നശിപ്പിച്ചുകൊണ്ട് അവന്റെ ഇടക്കിലേക്ക് കടന്നു എന്നുകൊണ്ട് നമ്മുടെ ഇസവും പ്രത്യയശാസ്ത്രവും അവനെ അംഗീകരിച്ചാൽ നിനക്ക് സമാധാനത്തോടെ വളരാമെന്ന് പറഞ്ഞ് ജീവിക്കാമെന്ന് പറഞ്ഞ് വാളും വടിയും ഉപയോഗിച്ച് അവന്റെ സമാധാനം കെടുത്തി അവന്റെ സ്വസ്ഥത നശിപ്പിച്ച് ലോകത്തിൽ സമാധാനത്തിന്റെ വ്യക്താക്കളായി മാറിയ ഒരു കാലഘട്ടം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ സ്വസ്ഥതയെ നശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് സുബോധത്തിൽ ചെയ്യുവാൻ കഴിയത്തില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ സുബോധം നഷ്ടപ്പെടുന്ന മദ്യവും മയക്കുമരുന്നും അതിന്റെ ലഹരിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ വിശ്വസിച്ച ഇസത്തിനും പ്രത്യയശാസ്ത്രത്തിനും പിന്നാലെ ഓടി ഞങ്ങൾ സന്തോഷം കണ്ടെത്തിയ ഒരു കാലഘട്ടം. അങ്ങനെ കുറച്ചു കാലം മുൻപോട്ട് പോയപ്പോൾ ഞങ്ങൾ തിരിച്ചറിയുവാൻ തക്കവണ്ണമായി ഞങ്ങൾ പാർക്കുന്ന ദേശത്ത് ഞങ്ങൾക്ക് ഒരു വിലയില്ലാതായി. ഞങ്ങളുടെ അപ്പനമ്മമാർക്ക് ഞങ്ങൾ അപമാനമായി തീർന്നു. ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നല്ല സഹോദരങ്ങളായി തീരുവാൻ കഴിയാതെ ഞങ്ങളുടെ ജീവിതം ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്ക് കടന്നു പോകുന്നുവെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണമടയായി. ഇന്ന് നമ്മുടെ ചുറ്റുപാടുമുള്ള ഭവനങ്ങളിലും ഉള്ളതുപോലെ ഞങ്ങളുടെ ഭവനങ്ങളിൽ സമാധാനം നഷ്ടപ്പെട്ടു. ഞങ്ങളുടെ അപ്പനമ്മമാർക്ക് ഉറക്കം നഷ്ടപ്പെടുവാൻ തക്കവണ്ണമടയായി. ഞങ്ങളെ പറ്റി ഓർത്തവർ കരഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ അയൽപക്കക്കാർക്ക് ഒരു പേടി സ്വപ്നമായി മാറുന്ന ഒരനുഭവത്തിലൂടെ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ഞങ്ങളെ നയിച്ചു കൊണ്ടിരുന്ന മദ്യവും മയക്കുമരുന്നുവോ അത് ഞങ്ങളെ വല്ലാതൊരു ഉന്മാദത്തിന്റെ ലഹരിയിൽ ഇങ്ങനെ ആറാടി മുൻപോട്ട് പോകുമ്പോൾ കുറച്ചൊക്കെ മുൻപോട്ട് പോയപ്പോൾ ഞങ്ങൾ പതുക്കെ തിരിച്ചറിഞ്ഞു, ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമല്ല, പകരം ദുഃഖത്തിന് കാരണമായി തീരുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിൽ നിന്ന് വിടുവിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. ഞങ്ങൾ വിശ്വസിച്ച ഈസവും ഞങ്ങൾ വിശ്വസിച്ച പ്രത്യയശാസ്ത്രങ്ങളെ
ചെയ്തവരൊക്കെ അവിടെ പരാജയപ്പെട്ടു പോയപ്പോൾ പിന്നെ ഞങ്ങളുടെ മുൻപിൽ മുൻപോട്ട് പോകുവാൻ ജീവിക്കുവാൻ വഴിയില്ലാതെ മരണം മാത്രം ഞങ്ങൾ കാക്കുവാൻ തക്കവണ്ണമിടയായി മരണത്തെ ആഗ്രഹിച്ച് ഒരു തുള്ളി വിഷത്തിലും ഒരു തുണ്ട് കയറിലും ഞങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കുവാൻ ഇങ്ങനെ കാത്തിരുന്നപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രത്യാശയുടെ കിലർ നൽകി തന്ന ഒരു സന്ദേശമുണ്ട്. മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും ലഹരി പദാർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ വിമോചിതരായി തീർക്കുവാൻ വേണ്ടി ഡി അഡിക്ഷൻ സെന്ററുകൾക്ക് കഴിയാത്ത ഒരു വലിയ പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി തന്ന് മനുഷ്യരെ സ്നേഹിക്കുവാൻ കഴിയാതിരുന്ന ഞങ്ങളെ മനുഷ്യ സ്നേഹികളാക്കി മാറ്റിയ മഹൽ സന്ദേശം അതത്രേ ഇന്ന് വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ ഈ ദേശത്തോട് വിളിച്ചു പറയുന്നത്. അത് സുവിശേഷമെന്ന സന്ദേശം. അതുകൊണ്ട് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കും, സുവിശേഷത്തെ പറ്റി ഞങ്ങൾക്ക് ലജ്ജയില്ല. ആ ലജ്ജ കൂടാതെ സുവിശേഷത്തോട് വിളിച്ചു പറയുന്നത് എന്തെന്നറിയാമോ പ്രിയരെ? ഒരു കാര്യം മാത്രമേ ഉള്ളൂ, മറ്റൊരുത്തരും രക്ഷയില്ല. സുവിശേഷം വഴിയല്ലാതെ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം, ഏക സന്ദേശം, അതത്ര സുവിശേഷം.